Dear students, we can start the next portion in molecular base of inheritance, genetic code. ജനറ്റിക് കോഡ് എന്ന് പറഞ്ഞ പോർഷൻ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. സോ അതിൽ എന്തൊക്കെയാണ് ജനറ്റിക് കോഡ്, ഏതൊക്കെ സയൻറ്റിസ്റ്റാണ് അത് ഡെവലപ്പ് ചെയ്തത്, അതെല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഈ ചാപ്റ്ററിൽ കാണാം. സോ വാട്ട് ഈസ് എ ജനറ്റിക് കോഡ്? ഇറ്റ് ഈസ് ദ സീക്വൻസ് ഓഫ് ന്യൂക്ലിയോടൈഡ്സ് ഓർ നൈട്രജൻ ബേസസ് in messenger RNA that contains information for protein synthesis or translation. Protein synthesisന്റെ വേറെ ടേമാണ് ട്രാൻസ്ലേഷൻ എന്ന് പറയാം. അപ്പോൾ എന്താണ് ജനറ്റിക് കോഡ്? സീക്വൻസ് ഓഫ് ന്യൂക്ലിയോടൈഡ്സ്, കുറേ ന്യൂക്ലിയോടൈഡ്സ് ഒരു ഓർഡറിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നു. മെസ്സഞ്ചർ RNAയിലുള്ള ആ ന്യൂക്ലിയോടൈഡ്സിൻ്റെ അറേഞ്ച്മെൻറ്റിനെ ആണ് നമ്മൾ ജനറ്റിക് കോഡ് എന്ന് പറയുക. ഈ ജനറ്റിക് കോഡിൽ എന്തുണ്ടാവും? പ്രോട്ടീൻ ഫോം ചെയ്യും. ഒരു പ്രോട്ടീൻ ഉണ്ടാക്കാനുള്ള മെസ്സേജസ് അതിലുണ്ടായിരിക്കും. മെസ്സഞ്ചർ RNA എന്നാണ് പ്രോട്ടീൻ ഉണ്ടാവുക. നമ്മൾ സെൻട്രൽ ഡോഗ്മ ഓഫ് മോളിക്കുലർ ബയോളജി കണ്ടു. ആദ്യം റെപ്ലിക്കേഷൻ നടക്കുന്നു, ദെൻ ട്രാൻസ്ക്രിപ്ഷൻ, ദെൻ ട്രാൻസ്ലേഷൻ. ട്രാൻസ്ലേഷനിലാണ് മെസ്സഞ്ചർ RNA കോഡ് അനുസരിച്ച് പ്രോട്ടീൻ ഫോം ചെയ്യാം. സോ ജനറ്റിക് കോഡ് എന്ന് പറയുന്നത് മെസ്സഞ്ചർ RNAയിലുള്ള ആ ന്യൂക്ലിയോടൈഡ്സിൻ്റെ അറേഞ്ച്മെൻറ്റിനെയാണ് ജനറ്റിക് കോഡ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് കണ്ടെയ്ൻ ഇൻഫോർമേഷൻ ഫോർ പ്രോട്ടീൻ സിന്തസിസ്. The sequence of 3 bases determining a single amino acid is called codon. അപ്പോൾ എന്താണ് കോഡോൺ? ടേംസ് എല്ലാം അറിഞ്ഞിരിക്കണം കേട്ടോ. സോ സി ഈ ഡയഗ്രാം നോക്കുക. കോഡോൺ AUG, ദിസ് ഇസ് എ കോഡോൺ. അപ്പോൾ AUG എന്ന് പറയുന്നത് 3 നൈട്രജൻ ബേസസ് ഉണ്ട്. കൂടാതെ ഈ ഒരു AUG ഒരു അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്നതാണ്. സോ ദിസ് ഇസ് എ കോഡോൺ. അപ്പോൾ എന്താണ്? സീക്വൻസ് ഓഫ് 3 ബേസസ്, 3 ബേസസിൻ്റെ സീക്വൻസ്, ഓർഡർലി അറേഞ്ച്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഡിറ്റർമിനിങ് എ സിംഗിൾ അമിനോ ആസിഡ് ഓർ കോഡിംഗ് ഫോർ എ സിംഗിൾ അമിനോ ആസിഡ്. ഇത് AUG ഒരു അമിനോ ആസിഡിന് കോഡ് ചെയ്യുന്നതാണ്. ദിസ് ഇസ് എ കോഡോൺ. അപ്പോൾ എത്ര കോഡോൺസ് ഉണ്ട് ഇതിൽ? 1 2 3 4 5 6 7 8 9 കോഡോൺസ് ഉണ്ട്. 9 കോഡോൺസ് ഉണ്ട് ഇതിൽ. അപ്പോൾ മെസ്സഞ്ചർ RNAയിലാണ് കോഡോൺ ഉണ്ടാവുക. ഇത് ഈ ഒരു മെസ്സഞ്ചർ RNAയിൽ 9 കോഡോൺസ് ഉണ്ട്. ഓരോ കോഡോണും ഓരോ അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്നു. ജോർജ് ഗാമോ സജസ്റ്റഡ് ദാറ്റ് ഫോർ കോഡിംഗ് 20 അമിനോ ആസിഡ് the code should be made up of 3 nucleotides. Thus, there are 64 codons. അപ്പോൾ 20 അമിനോ ആസിഡ്സ് ആണ് ഉള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട് മുന്നേ. കഴിഞ്ഞ വർഷം ബയോമോളിക്യൂൾസിൽ പഠിച്ചിട്ടുണ്ട്. 20 അമിനോ ആസിഡ്സ് ആണ് ഉള്ളത് നമ്മുടെ ബോഡിയിലുള്ളത്. 20 അമിനോ ആസിഡ്സ് ആണ്. ആ 20 അമിനോ ആസിഡ്സിനെ കോഡ് ചെയ്യുന്ന കോഡിൽ ഓരോ കോഡും 3 ന്യൂക്ലിയോടൈഡ്സ് ആണ്. അപ്പോൾ 3 ന്യൂക്ലിയോടൈഡ്സ് ഉള്ള ഒരു കോഡ് ഒരു അമിനോ ആസിഡിന് കോഡ് ചെയ്യുന്നു. അപ്പോൾ ടോട്ടലി 64 കോഡോൺസ് ഉണ്ട്. 64 codons ഉണ്ട്. Hargobind Khorana developed the chemical method in synthesizing RNA molecules with defined combinations of bases. RNA molecules synthesize ചെയ്യേണ്ട കെമിക്കൽ മെത്തേഡ് ഡെവലപ്പ് ചെയ്തത് ഹർഗോബിന്ദ് ഖൊറാന എന്ന ഇന്ത്യൻ സയൻറ്റിസ്റ്റ് ആണ്. Then Marshall Nirenberg, he developed cell-free system for protein synthesis. പ്രോട്ടീൻ സിന്തസിസിന് സെല്ല് ഫ്രീ ആയിട്ടുള്ളൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തു മാർഷൽ നിരൻബർഗ്. ഡീറ്റെയിൽ ആയിട്ടൊന്നും പോണില്ല, ജസ്റ്റ് ഇതിൻ്റെ മൈൽ സ്റ്റോൺസ് മാത്രം നമ്മൾ കാണുകയാണ് കേട്ടോ. ഈ ഒരു ജനറ്റിക് കോഡിൻ്റെ മൈൽ സ്റ്റോൺസ്, അതിൻ്റെ ഡിസ്കവറിയിലേക്ക് എത്തിയിരിക്കുന്ന മൈൽ സ്റ്റോൺസ്. സിവിയറോ ഒക്കോവ എൻസൈം, ദറ്റ് ഈസ് പോളിന്യൂക്ലിയോടൈഡ് ഫോസ്ഫോറിലേസ്, ഈസ് യൂസ്ഡ് ടു പോളിമറൈസ് RNA വിത്ത് ഡിഫൈൻഡ് സീക്വൻസസ് ഇൻ എ ടെംപ്ലേറ്റ് ഇൻഡിപെൻഡൻറ്റ് മാനർ. പോളിന്യൂക്ലിയോടൈഡ് ഫോസ്ഫോറിലേസ് എന്ന എൻസൈമാണ് RNAനെ ഒരു കറക്റ്റ് അറേഞ്ച്മെൻറ്റിൽ പോളിമറൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈം. ഇതൊക്കെയാണ് ജനറ്റിക് കോഡ് കണ്ടുപിടിക്കാൻ സാഹചര്യം എത്തിച്ചേർന്ന റിസർച്ചേഴ്സും അവരുടെ ആ സയൻറ്റിസ്റ്റിൻ്റെ ഫൈൻഡിങ്സും. അപ്പോൾ 20 ടൈപ്സ് അമിനോ ആസിഡ്സ് ഏതൊക്കെയാണ്? 20 പേരുകൾ തന്നിട്ടുണ്ട്. അലാനിൻ, എല്ലാത്തിനും ഷോർട്ട് ഫോമാണ് നമ്മൾ മിക്കവാറും കാണുക കേട്ടോ. അലാനിൻ, ആർജിനിൻ, എസ്പെറാജിൻ, എസ്പാർട്ടിക് ആസിഡ്, സിസ്റ്റീൻ, ഗ്ലൂട്ടമിൻ, ഗ്ലൂട്ടമിക് ആസിഡ്, ഗ്ലൈസിൻ, ഹിസ്റ്റഡിൻ, ഐസോലൂസിൻ, ലൂസിൻ, ലൈസിൻ, മെത്തിയോണിൻ, ഫിനൈൽ അലാനിൻ, പ്രോലിൻ, സെറിൻ, ത്രിയോണിൻ, ട്രിപ്റ്റോഫാൻ, ടൈറോസിൻ, വാലിൻ. ഇതെല്ലാം കാണാതെ പഠിക്കുന്നു വേണ്ട. 20 അമിനോ ആസിഡ്സ് ആണ് നിലവിലുള്ളത്. അപ്പോൾ ഈ 20 അമിനോ ആസിഡ്സിനെ കോഡ് ചെയ്യുന്ന 64 കോഡോൺസ് ഉണ്ട്. ഇതാണ് ജനറ്റിക് കോഡ് ഡിക്ഷണറി. അപ്പോൾ ഇത് കണ്ട് നിങ്ങൾക്ക് അറിയാം എങ്ങനെയായിരിക്കും ഡിക്ഷണറി എഴുതിയിരിക്കണേന്ന്. നോക്കൂ, അത് ഒരു ടേബിളിൽ ഹൊറിസോണ്ടലി, ടേബിളിൻ്റെ ഹെഡിങ്ങിൽ ഹൊറിസോണ്ടലി UC 4 കോളംസ്, 4 കോളംസിൽ ഓരോ കോളത്തിലും ഓരോ നൈട്രജനസ് ബേസ് UCAG ഒരേ ഓർഡറിലാണ് എഴുതുന്നത് കേട്ടോ.
ഇവിടെയും ഒരു കോളത്തിൽ ഒരെണ്ണേ ഉള്ളൂ യു, ഒരു റോയിൽ ഒരെണ്ണേ ഉള്ളൂ യു സി എ ജി. ഇവിടെ ഓരോ കോളത്തിലും ഓരോ നൈട്രജനസ് ബേസ് എഴുതി, ഇവിടെ ഓരോ റോയിലും ഓരോ നൈട്രജനസ് ബേസ് എഴുതി. ദെൻ ഈ സൈഡിൽ നോക്കിയാലോ, ഒരു റോയില് യു സി എ ജി ഒരുമിച്ച് എഴുതിയിരിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ ഇത്ര ജനറ്റിക് കോഡ് കണ്ടുപിടിച്ചത്. ഈ രീതിയിൽ ഈ സീക്വൻസിലാണ് നമുക്ക് പഠിക്കാൻ എളുപ്പം. അപ്പോൾ യു ഫസ്റ്റ്, ഈ യു ആണ് ഫസ്റ്റ് ഇവിടെ കാണുന്ന യു, ദെൻ സെക്കൻഡ് യു, ഇത് ഈ യു, ദെൻ തേർഡ് വൺ ഈ ലൈനിൽ വരുന്നത്. അപ്പോൾ എഴുതേണ്ട രീതിയാണ് പറയുന്നത്, ഇവിടെ നിന്ന് ഒരെണ്ണം, ഇവിടുത്തെ ഒരെണ്ണം, പിന്നെ ഈ ലൈനിൽ ഈ റോയിൽ വരുന്ന നെക്സ്റ്റ്. അപ്പോൾ യു 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 ഈ ലൈനിൽ വരുന്നത് കേട്ടോ. നെക്സ്റ്റ് ഇങ്ങനെ യു, ഇവിടെ യു ആണ്, മുകളിൽ യു ആണ്, ഇവിടെ എൻറ്റർ ചെയ്യുന്നത് സി, അപ്പോൾ യു യു സി. ദെൻ ഇവിടെ രണ്ട് യു തന്നെയാണ്, എൻറ്റർ ചെയ്യുന്നത് എ, അപ്പോൾ യു യു എ. അങ്ങനെ ഡിഫറെൻറ്റ് കോഡോൺസ് വരികയാണ്. ചില കോഡോൺസ് അമിനോ ആസിഡ്സിന്, ഒരു അമിനോ ആസിഡിന് ഒരു കോഡോൺ അല്ല, ഒരു അമിനോ ആസിഡിന് ഒന്നിൽ കൂടുതൽ കോഡോൺ ഉണ്ട്. നോക്കൂ നമുക്ക്, യു യു എ എന്നുള്ള ലൂസിൻ എന്ന അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്നു, യു യു ജിയും ലൂസിനെ കോഡ് ചെയ്യുന്നു, ഇവിടെ താഴെ സി യു യു ഇതൊക്കെ ലൂസിന് കോഡ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു അമിനോ ആസിഡിന് ഒരു കോഡോൺ അല്ല, ഒന്നിൽ കൂടുതൽ കോഡോൺ ഉണ്ട്. കോഡോൺ കാണുന്നത് എവിടെയാണ്? മെസ്സഞ്ചർ ആർഎൻഎയിൽ. ഒരു കോഡോണിൽ 3 നൈട്രജനസ് ബേസസ് അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഓരോ കോഡോണും ഓരോ അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്നു. ഇതാണ് മെയിൻ ആയിട്ടുള്ള ബേസിക് ഫാക്ട്സ്. കോഡോൺ ഈസ് ട്രിപ്ലെറ്റ്. എന്തൊക്കെയാണ് ഒരു ജനറ്റിക് കോഡിന്റെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ്? കോഡോൺ ഈസ് ട്രിപ്ലെറ്റ്. ഇതിൽ 3 ലെറ്റർ ആണ് നമ്മൾ കണ്ടു. 61 കോഡോൺസ് കോഡ് ഫോർ അമിനോ ആസിഡ്സ്. അപ്പോൾ 64 കോഡോൺസിൽ 61 കോഡോൺസേ അമിനോ ആസിഡിന് കോഡ് ചെയ്യുന്നുള്ളൂ. 3 കോഡോൺസ് യു എ എ, യു എ ജി, യു ജി എ, ഈ 3 എണ്ണവും ഒന്നിനും കോഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് അവർ നമ്മൾ സ്റ്റോപ്പ് കോഡോൺസ് അല്ലെങ്കിൽ ടെർമിനേഷൻ കോഡോൺസ് അല്ലെങ്കിൽ നോൺസെൻസ് കോഡോൺസ് എന്ന് പറയുന്നു. 3 കോഡോൺസ് ഒന്നും കോഡ് ചെയ്യില്ല, ഒരു അമിനോ ആസിഡിനും കോഡ് ചെയ്യുന്നില്ല, പക്ഷെ അവർ ഒരു പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യാൻ അവർ ആവശ്യമാണ്. ആ കോഡോൺസിന് അതുകൊണ്ട് സ്റ്റോപ്പ് കോഡോൺസ് എന്ന് പറയുന്നു. അപ്പോൾ ഏതൊക്കെയാണെന്ന് പഠിച്ചിരിക്കണം. ഇനി അതിൽ എ യു ജി എന്ന കോഡോണിന് 2 ഫംഗ്ഷൻസ് ഉണ്ട്. എ യു ജി കോഡ്സ് ഫോർ അമിനോ ആസിഡ് മെത്തിയോണിൻ. മെത്തിയോണിൻ എന്ന അമിനോ ആസിഡിന്റെ കോഡ് ചെയ്യും. കൂടാതെ ഇറ്റ് ആക്ട്സ് ആസ് ആൻ ഇനീഷ്യേറ്റർ കോഡോൺ. നമ്മളിനി പ്രോസസ്സ് പഠിക്കുമ്പോൾ ആ പ്രോസസ്സിൽ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഒരു ഇനീഷ്യേഷൻ നടക്കണം, അല്ലേ? സ്റ്റാർട്ടിങ് വേണം. ആ സ്റ്റാർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന, സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ എ യു ജി വെച്ചിട്ടാണ്. എല്ലാ പ്രോസസ്സും എ യു ജി വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളിനി പഠിക്കാൻ പോകുന്ന പ്രോസസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് എ യു ജി ആണ്. സോ അതിനെ ഇനീഷ്യേറ്റർ കോഡോൺ എന്ന് പറയുന്നു. ഇൻ യൂകാരിയോട്സ് മെത്തിയോണിൻ ഈസ് ദ ഫസ്റ്റ് അമിനോ ആസിഡ് ആൻഡ് ഫോർമൈൽ മെത്തിയോണിൻ ഇൻ പ്രോകാരിയോട്സ്. അപ്പോൾ ഫസ്റ്റ് അമിനോ ആസിഡ് മെത്തിയോണിൻ ആയിരിക്കും യൂകാരിയോട്സിൽ. പ്രോകാരിയോട്സിൽ അത് ഫോർമൈൽ മെത്തിയോണിൻ ആണ്. അപ്പോൾ ആദ്യം വരുന്ന കോഡോൺ എപ്പോഴും എ യു ജി ആണ്. എ യു ജി വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. എ യു ജി വന്നാൽ മാത്രമേ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ എ യു ജിക്ക് 2 ഫംഗ്ഷൻസ് ഉണ്ട്. ഒന്ന് മെത്തിയോണിൻ എന്ന അമിനോ ആസിഡിന് കോഡ് ചെയ്യുന്നു. കൂടാതെ ഇറ്റ് ഈസ് എ ഇനീഷ്യേറ്റർ കോഡോൺ. ഒരു പ്രോസസ്സ് ഇനീഷ്യേറ്റ് ചെയ്യാൻ, സ്റ്റാർട്ട് ചെയ്യാൻ സഹായിക്കുന്ന കോഡോൺ ആണത്. An amino acid is coded by many codons. Such codons are called degenerate codons. നേരത്തെ കണ്ടു, ഒരു അമിനോ ആസിഡ്, ലൂസിൻ എന്ന അമിനോ ആസിഡിന് ഒരു കോഡോൺ അല്ല, കുറേ കോഡോൺസ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ള കോഡോൺസിനെ നമ്മൾ ഡീജനറേറ്റ് കോഡോൺസ് എന്ന് പറയുന്നു. അപ്പോൾ അത് എ യു ജിക്കും കുറേ കോഡോൺസ് ഇല്ല, യു ജി ജിക്കും കുറേ കോഡോൺസ് ഇല്ല. ബാക്കി എല്ലാ അമിനോ ആസിഡ്സിനും കുറേ കോഡോൺസ് ഉണ്ട്, ഒന്നിൽ കൂടുതൽ കോഡോൺസ് ഉണ്ട്. ഇതവിടെ നോക്കൂ, എ യു ജി 5' എൻഡിൽ ആ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യാനുള്ളതാണ്. ഇവിടെ യു എ എ 3 കോഡോണിൽ ഏതെങ്കിലും 3 സ്റ്റോപ്പ് കോഡോൺസിൽ ഏതെങ്കിലും വന്നാൽ മതി. 3' എൻഡിലാണ്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഉടനെ പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യും. ദെൻ ജനറ്റിക് കൊണ്ട് വേറൊരു പെക്യുലാരിറ്റിയാണ്, ദർ ആർ നോ പങ്ക്ച്വേഷൻസ്. നമുക്ക് കണ്ടറിയാലേ, എ യു ജി ഒരുമിച്ച് എഴുതാം, അവിടെ കോമ കുത്തൊന്നുമില്ല, പങ്ക്ച്വേഷൻസ് ഒന്നുമില്ല. ദ കോഡോൺ ഈസ് റെഡ് ഇൻ മെസ്സഞ്ചർ ആർഎൻഎ കണ്ടിന്യൂസ് ഫാഷൻ. കണ്ടിന്യൂസ് ആയിട്ടാണ് കോഡോൺ റീഡ് ചെയ്യാം, ഇടയ്ക്ക് ഗ്യാപ്പ് ഒന്നും ഇല്ല. ജനറ്റിക് കോഡ് ഈസ് യൂണിവേഴ്സൽ. അപ്പോൾ ജനറ്റിക് കോഡ് എന്ന് പറയുന്നത് എല്ലായിടത്തും ആർക്ക് കണ്ടാലും ഈ ജനറ്റിക് കോഡ് കണ്ടാൽ ഇന്ന കോഡ് ഇന്ന അമിനോ ആസിഡ് എന്നാണ് അറിയാൻ സാധിക്കും. സോ ഇറ്റ് ഈസ് കോൾഡ് ആസ് യൂണിവേഴ്സൽ. ദെൻ ജനറ്റിക് കോഡ് ഈസ് നോൺ ഓവർലാപ്പിംഗ്. ഓവർലാപ്പ് ചെയ്തൊന്നും കൊടുക്കുന്നില്ല. ജനറ്റിക് കോഡ് ഈസ് അൺആംബിഗ്വസ് ആൻഡ് സ്പെസിഫിക്. ദറ്റ് ഈസ് 1 കോഡോൺ സ്പെസിഫൈസ് ഓൺലി 1 അമിനോ ആസിഡ്. ഒരു കോഡോൺ ഒരു അമിനോ ആസിഡിനെ മാത്രമേ കോഡ് ചെയ്യുള്ളൂ. പക്ഷേ ഒരു അമിനോ ആസിഡിന് ഒന്നിൽ കൂടുതൽ കോഡോൺ ഉണ്ട് നമ്മൾ കണ്ടു കേട്ടോ. അപ്പോൾ ജനറ്റിക് കോഡ് അൺആംബിഗ്വസ് ആൻഡ് സ്പെസിഫിക് ആണ്. അതായത് ഒരു കോഡോൺ ഒരു അമിനോ ആസിഡിന് മാത്രമേ കോഡ് ചെയ്യുള്ളൂ. Relationship between genes and DNA are better understood by mutation studies. Deletions and rearrangements in a DNA may cause loss or gain of a gene and so a function. അപ്പോൾ ജീനും ഡി എൻ എയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ സഡൻ ഇൻഹെറിറ്റബിൾ ആയിട്ടുള്ള ചേഞ്ചസ് തന്നെയാണ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. മ്യൂട്ടേഷനെ കുറിച്ചുള്ള പഠനത്തിലാണ്
ജീനും ഡി എൻ എയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒക്കെ മനസ്സിലായത്. അപ്പോൾ മ്യൂട്ടേഷനെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പോകുന്നത്. സെക്കൻഡ് ലൈൻ നോക്കൂ. ഇൻസേർഷൻ, ഇൻസേർട്ട് ചെയ്യുക, ആഡ് ചെയ്യുക. ഓർ ഡെലീഷൻ, റിമൂവ് ചെയ്യുക. ഓഫ് 1 or 2 bases changes the reading frame from the point of insertion or deletion. It is called frame shift insertion or deletion mutation. അതൊരു മ്യൂട്ടേഷൻ ആണ്. ആ മ്യൂട്ടേഷൻ നടക്കാനുള്ള കാരണം എന്തായിരിക്കാം? ഒന്ന്, ഒരു ബേസ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ബേസ് ഡെലീറ്റ് ചെയ്യപ്പെടാം. അപ്പോൾ എവിടെയാ, ഏത് പോയിന്റിലാണോ ഇത് നടക്കുന്നത് അവിടെ തൊട്ടുള്ള ഫ്രെയിം അല്ലെ, റീഡിംഗ് ഫ്രെയിം മാറുന്നു. എക്സാമ്പിൾ നോക്കിക്കോളൂ. 5 പ്രൈമിൽ യു ജി, യു എ സി, ജി യു എ, സി ജി യു. ഇവിടെ ഒരു ജി, ഒരു ബേസ് ജി ആക്ച്വലി ഉണ്ടായിരുന്നില്ല, ജി ആഡ് ചെയ്തു. ജി ആഡ് ചെയ്തപ്പോൾ തന്നെ റീഡിംഗ് ഫ്രെയിം മാറി. കണ്ടോ? ആക്ച്വലി എ സി ജി ഒരുമിച്ചായിരുന്നു. കോഡോൺ ട്രിപ്ലറ്റ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എപ്പോഴും കോഡോൺ ട്രിപ്ലറ്റ് ആയിട്ട് മാത്രമേ ഇരിക്കുള്ളൂ. ഓരോ കോഡോണും ഒരു അമിനോ ആസിഡിനെ കോഡ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ സി ജി യു കഴിഞ്ഞിട്ട് ഒരു ജി ആഡ് ചെയ്തപ്പോൾ ആ ട്രിപ്ലറ്റിന്റെ നേച്ചർ മാറി, റീഡിംഗ് ഫ്രെയിം മാറി. കണ്ടോ? അപ്പോൾ എ സി ജി എന്ന് വായിച്ചത് നമ്മൾ ജി എ സി എന്നാണ് ആദ്യം വായിക്കണത്. ഈ ജി അടുത്ത കോഡോണിന്റെ കൂടെ പോയി. അപ്പോൾ റീഡിംഗ് ഫ്രെയിം ചേഞ്ച്ഡായി. അല്ലെങ്കിൽ ഒരു ബേസ് ഡെലീറ്റ് ചെയ്താലും അങ്ങനെയാണ്. അപ്പോൾ നോക്കൂ, ഇവിടെ എ എന്ന ബേസ് ഡെലീറ്റ് ചെയ്യപ്പെട്ടു. ഡിലീറ്റ് ചെയ്താലും പിന്നെ വായിക്കുന്നത് സി ജി യു. കണ്ടോ? സി ജി യു. അവിടെയും റീഡിംഗ് ഫ്രെയിം ചേഞ്ച്ഡായി. അപ്പോൾ അങ്ങനെ ഒരു ബേസ് ആഡ് ചെയ്യപ്പെടുകയോ ഡെലീറ്റ് ചെയ്യപ്പെടുകയോ ചെയ്തിട്ട് ആ റീഡിംഗ് ഫ്രെയിമിൽ മാറ്റമുണ്ടായാൽ ആ മ്യൂട്ടേഷനെയാണ്. അപ്പോൾ ഈ മാറ്റം മാത്രമല്ല കേട്ടോ, ഇതനുസരിച്ച് ഉണ്ടാവുന്ന അമിനോ ആസിഡ് മാറും. അമിനോ ആസിഡ് മാറുമ്പോൾ അത് പ്രോട്ടീൻ മാറും. അപ്പോൾ അങ്ങനെ ചേഞ്ചസ് ഉണ്ടാവും. നമ്മുടെ ബോഡിയിലും പ്രകടമായ ചേഞ്ചസ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള മ്യൂട്ടേഷനെയാണ് ഫ്രെയിം ഷിഫ്റ്റ് ഇൻസേർഷൻ ഓർ ഡെലീഷൻ മ്യൂട്ടേഷൻ, അല്ലെങ്കിൽ ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ എന്നും മാത്രം നമുക്ക് പറയാം. Insertion or deletion of 3 or its multiple bases, insert or delete 1 or multiple codon. The reading frame remains unaltered from that point onwards. Hence, 1 or multiple amino acids are inserted or deleted. അപ്പോൾ ചില കേസസിൽ നമ്മൾ ഒരു ബേസ് ആഡ് ചെയ്താൽ റീഡിംഗ് ഫ്രെയിം ചേഞ്ച് ചെയ്യാം, 2 ബേസ് ആഡ് ചെയ്താൽ റീഡിംഗ് ഫ്രെയിം ചേഞ്ച് ചെയ്യും, 3 ബേസ് ആഡ് ചെയ്താലും റീഡിംഗ് ഫ്രെയിമിൽ പുതിയൊരു കോഡോൺ ആഡ് ചെയ്യപ്പെടുന്നു മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു അമിനോ ആസിഡ് പുതുത് വരുന്നു മാത്രമേ ഉള്ളൂ. റീഡിംഗ് ഫ്രെയിമിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. ഇറ്റ് പ്രൂവ്സ് ദാറ്റ് കോഡോൺ ഈസ് ട്രിപ്ലറ്റ്. ഇത് കോഡോൺ ട്രിപ്ലറ്റ്, ഈ മ്യൂട്ടേഷൻ്റെ സ്റ്റഡി എന്നാണ് മനസ്സിലായത് കോഡോൺ ട്രിപ്ലറ്റ് ആണെന്നും കണ്ടിന്യൂസ് ആയിട്ടാണ് റീഡ് ചെയ്യപ്പെടുക എന്ന് മനസ്സിലായത്. കാരണം ഇടയിൽ പറഞ്ഞാൽ ആഡ് ചെയ്തപ്പോൾ കോഡോ ആ ആഡ് ചെയ്യപ്പോൾ ആ കറക്റ്റ് 3 റീഡ് ചെയ്തു. നേരത്തെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ കോഡോൺ എപ്പോഴും ട്രിപ്ലറ്റ് ആണ് എന്നുള്ളത് ഈ മ്യൂട്ടേഷൻ മ്യൂട്ടേഷൻ്റെ സ്റ്റഡീസ് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ഇനി മെസ്സഞ്ചർ ആർ എൻ എ, ഓരോ ആർ എൻ എസിനും ഓരോന്നിനും ഓരോ ഫംഗ്ഷൻസ് ഉണ്ട്. മെസ്സഞ്ചർ ആർ എൻ എ or mRNA ഫുൾ ഫോമാണ് മെസ്സഞ്ചർ ആർ എൻ എ. ഇറ്റ് പ്രൊവൈഡ് ടെംപ്ലേറ്റ് ഫോർ ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ പ്രോട്ടീൻ സിന്തസിസ് പ്രോസസ്സിന് ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന മെസ്സഞ്ചർ ആർ എൻ എ. അതായത് മെസ്സഞ്ചർ ആർ എൻ എന് അനുസരിച്ചാണ് അമിനോ ആസിഡ്സ് അറേഞ്ച് ചെയ്യുക, ഓർഡറിൽ അറേഞ്ച് ചെയ്ത് പ്രോട്ടീൻ ഫോം ചെയ്യുക. സോ ഇറ്റ് ആക്ട് ആസ് ടെംപ്ലേറ്റ് ഫോർ ട്രാൻസ്ലേഷൻ. ദെൻ റൈബോസോമൽ ആർ എൻ എയുടെ റോൾ എന്താണ്? ആർ എൻ എ എന്ന് പറഞ്ഞാൽ റൈബോസോമൽ ആർ എൻ എ. സ്ട്രക്ചറൽ ആൻഡ് കാറ്റലിറ്റിക് റോൾ ഡ്യൂറിങ് ട്രാൻസ്ലേഷൻ. അപ്പോൾ അതൊരു സ്ട്രക്ചറായിട്ട്, അതായത് പ്രോട്ടീൻ സിന്തസിസ് നടക്കാൻ എന്ത് വേണം? റൈബോസോം വേണം. റൈബോസോമിൽ സ്ട്രക്ചറൽ റോളുണ്ട്, പിന്നെ ആ പ്രോസസ് സ്പീഡപ്പ് ചെയ്യാൻ ഒരു കാറ്റലിസ്റ്റിനെ പോലെ ആക്ടിവേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ദെൻ ടി ആർ എൻ എ ഓർ ട്രാൻസ്ഫർ ആർ എൻ എ ഓർ സോലിബിൾ ആർ എൻ എ. എന്താ അതിൻ്റെ ഫംഗ്ഷൻ? ഇറ്റ് ബ്രിങ്സ് അമിനോ ആസിഡ്സ് ഫോർ പ്രോട്ടീൻ സിന്തസിസ് ആൻഡ് റീഡ്സ് ദ ജനറ്റിക് കോഡ്. മെസ്സഞ്ചർ ആർ എൻ എയുടെ കോഡോൺ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഓരോ കോഡോണിനെയും റീഡ് ചെയ്യുന്നത് ട്രാൻസ്ഫർ ആർ എൻ എ ആണ്. റീഡ് ചെയ്യണ അനുസരിച്ച് പ്രോട്ടീൻ ഏത് അമിനോ ആസിഡ്സ് ആണ് വരേണ്ടത് ആ പ്രോട്ടീൻ ഫോം ചെയ്യാൻ, ആ റീഡ് ചെയ്യുന്ന കോഡോൺ അനുസരിച്ചുള്ള അമിനോ ആസിഡ്സിനെ കൊണ്ടുവരുന്നത് ആരാണ്? ട്രാൻസ്ഫർ ആർ എൻ എ ആണ്. അപ്പോൾ ഓരോ ആർ എൻ എസിനും സ്പെസിഫിക് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ഉണ്ട്, റോൾസ് ഉണ്ട് കേട്ടോ. ഫ്രാൻസിസ് ക്രിക്ക് പോസ്റ്റുലേറ്റഡ് presence of an adapter molecule that can read the code and to link with amino acids. ഫ്രാൻസിസ് ക്രിക്ക് എന്ന സയന്റിസ്റ്റ് ഈ കോഡ് റീഡ് ചെയ്യാൻ ഒരു അഡാപ്റ്റർ മോളിക്യൂൾ ഉണ്ടെന്നും ഈ അഡാപ്റ്റർ മോളിക്യൂള് ട്രാൻസ്ഫർ ആർ എൻ എ ആണ് എന്നും പറഞ്ഞു. ഇനി എന്തുകൊണ്ടാണ് ഇതിനെ അഡാപ്റ്റർ മോളിക്യൂൾ എന്ന് പറയാനുള്ള കാരണം? ഇതാണ് ട്രാൻസ്ഫർ ആർ എൻ എയുടെ സ്ട്രക്ചർ. ദിസ് ഇസ് കോൾഡ് ആസ് ക്ലോവർ ലീഫ് മോഡൽ. ക്ലോവർ ലീഫ് മോഡൽ നിങ്ങൾ ചീട്ടൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? ചീട്ട് കാർഡ്സ് പ്ലേ ചെയ്യുന്നവർ കണ്ടിട്ടുണ്ടാവും. കാർഡൊക്കെ കളിക്കുമ്പോൾ അതിൽ ഈ ഷേപ്പിൽ ക്ലാവർ എന്നൊക്കെയാണ് മലയാളത്തിൽ പറയുക. ക്ലാവറിന്റെ ഷേപ്പ് എന്ന് പറയും. ദിസ് ഇസ് ദ ആക്ച്വലി ക്ലോവർ ലീഫ്. ഈ ഷേപ്പിലായതുകൊണ്ട് ക്ലോവർ ലീഫ് മോഡൽ എന്നാണ് അതിന് പറയുക. അപ്പോൾ ട്രാൻസ്ഫർ ആർ എൻ എയുടെ സ്ട്രക്ചറാണ് നമ്മൾ കാണുന്നത്. ഇനി എന്തൊക്കെയുണ്ട് ട്രാൻസ്ഫർ ആർ എൻ എയിൽ? ആൻറ്റി കോഡോൺ ലൂപ്പ്, താഴെ നോക്കൂ, ആൻറ്റി കോഡോൺ ലൂപ്പ് ഉണ്ട്, ആൻറ്റി കോഡോൺ എൻഡ് ഉണ്ട് അതിന്. ദെൻ അമിനോ ആസിഡ് ആക്സെപ്റ്റർ, മുകളിൽ ഒരു അമിനോ ആസിഡ് ആക്സെപ്റ്റ് ചെയ്യാൻ എൻഡ് ഉണ്ട്. എന്തിനാണ് ഈ ആൻറ്റി കോഡോൺ?
മെസ്സഞ്ചർ ആർ എൻ എ വന്ന ഉടനെ മെസ്സഞ്ചർ ആർ എൻ എയിൽ എന്താണ് കോഡോൺ ആണ്. ഈ കോഡോണിനെ സെൻസ് ചെയ്ത് ഒരു ആന്റി കോഡോൺ ഉള്ള ട്രാൻസ്ഫർ ആർ എൻ എ ഇവിടെ എത്തുന്നു. ഈ ആന്റി കോഡോൺ എന്താണോ അതനുസരിച്ചുള്ള അമിനോ ആസിഡ്, അതായത് ആക്ച്വലി കോഡോണിനെ അനുസരിച്ചാണ് ഈ അമിനോ ആസിഡ് വരിക. അപ്പോൾ കോഡോണിന് കോംപ്ലിമെന്ററി ആയിരിക്കും ഈ ആന്റി കോഡോൺ. അതിനോട് അനുസരിച്ചുള്ള അമിനോ ആസിഡ് ട്രാൻസ്ഫർ ആർ എൻ എയുടെ അമിനോ ആസിഡ് അക്സെപ്റ്റന്റിൽ വരുന്നു. ഈ അമിനോ ആസിഡ്സ് ആണ് പിന്നെ പെപ്റ്റൈഡ് ബോണ്ട് വഴി ജോയിൻ ചെയ്ത് പ്രോട്ടീൻ ഫോം ചെയ്യുന്നത്. അപ്പോൾ ട്രാൻസ്ഫർ ആർ എൻ എക്ക് ഒരു ആന്റി കോഡോൺ ലൂപ്പ് ഉണ്ട് ബേസ് താഴെ ഭാഗത്ത്. ദെൻ അത് കോംപ്ലിമെന്ററി ടു കോഡോൺ. കോഡോൺ മെസ്സഞ്ചർ ആർ എൻ എയിലുള്ളതാണ് കേട്ടോ. ദെൻ കൂടാതെ ഒരു അമിനോ ആസിഡ് അക്സെപ്റ്റന്റ് ഉണ്ട്, അവിടേക്ക് അമിനോ ആസിഡ് ബൈൻഡ് ചെയ്യുന്നു. ദെൻ റൈബോസോം ബൈൻഡിങ് ലൂപ്പ്, റൈബോസോമിന് ബൈൻഡ് ചെയ്യാനുള്ള ലൂപ്പ് കണ്ടോ, റൈബോസോം ബൈൻഡിങ് ആയിട്ടുള്ള ലൂപ്പ് ഉണ്ട്. ഓരോ എൻഡും ഓരോ കാര്യങ്ങൾക്കുള്ളതാണ് കേട്ടോ. ദെൻ കൂടാതെ ഒരു എൻസൈം ബൈൻഡിങ് ലൂപ്പും ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരു ട്രാൻസ്ഫർ ആർ എൻ എക്ക് ഉണ്ട്. അതുകൊണ്ട് അതിനെ അഡാപ്റ്റർ മോളിക്യൂൾ എന്ന് പറയുന്നു. ഫോർ ഇനീഷ്യേഷൻ, അപ്പോൾ ഒരു പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഇനീഷ്യേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഇനീഷ്യേറ്റർ ആയിട്ടുള്ള കോഡോൺ, AUG എന്നൊക്കെ കണ്ടു. ഇനീഷ്യേഷന് ദർ ഇസ് അനദർ tRNA കോൾഡ് ഇനീഷ്യേറ്റർ tRNA. അപ്പോൾ ഇനീഷ്യേഷൻ അല്ലെങ്കിൽ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇനീഷ്യേറ്റർ tRNA ഉണ്ട്. ബട്ട് ദർ ആർ നോ tRNAs ഫോർ സ്റ്റോപ്പ് കോഡോൺസ്. പ്രോസസ് എൻഡ് ചെയ്യണമെങ്കിൽ 3 കോഡോൺസ് ഉണ്ട് അല്ലേ, ഒരു അമിനോ ആസിഡിനും കോഡ് ചെയ്യാത്ത 3 കോഡോൺസ് പഠിച്ചു നമ്മൾ. അതിന് സ്റ്റോപ്പ് കോഡോൺസ് എന്ന് പറയുന്നു. അപ്പോൾ സ്റ്റോപ്പ് കോഡോൺസിന് ട്രാൻസ്ഫർ RNAs ഇല്ല. അതുകൊണ്ടാണ് സ്റ്റോപ്പ് കോഡോൺസ് എത്തിക്കഴിഞ്ഞാൽ പ്രോസസ്സ് എൻഡ് ആവുന്നത്. Secondary or 2D structure, 2-dimensional structure of transfer RNA looks like a clover leaf. Or 3-dimensional structure looks like inverted L. That's 3-dimensional structure. L shape. L തിരിച്ചിട്ട പോലെയാണ് 3-dimensional ആയിട്ടുള്ള ട്രാൻസ്ഫർ RNA സ്ട്രക്ചർ ഫീൽ കാണുക നമുക്ക് തോന്നുക. സെക്കൻഡറി 2-dimensional സ്ട്രക്ചർ കണ്ടാൽ ഒരു ക്ലോവർ ലീഫ് മോഡലായിട്ടും തോന്നും നമുക്ക്. അപ്പോൾ ഇതൊക്കെയാണ് ട്രാൻസ്ഫർ RNAയുടെ റോൾസ്. കണ്ടോ, ട്രാൻസ്ഫർ RNAയിൽ ആന്റി കോഡോൺ ഉണ്ട്. അപ്പോൾ മെസ്സഞ്ചർ RNAയുടെ കോഡോണിന് കോംപ്ലിമെന്ററി ആയിട്ടുള്ള ആന്റി കോഡോൺ, ഇവിടെ A ആണെങ്കിൽ അവിടെ U, GCUA. അപ്പോൾ അതനുസരിച്ചുള്ള അമിനോ ആസിഡ് ഇവിടെ വരും. അതാണ് അമിനോ ആസിഡ് അക്സെപ്റ്റന്റ്. സെറീൻ എന്ന അമിനോ ആസിഡിന്റെ കോഡാണത്. കോഡോൺ ആണ് ഇത്. കണ്ട ഉടനെ സെറീൻ അമിനോ ആസിഡ് ഉള്ള ട്രാൻസ്ഫർ RNA ഇവിടെ വന്നു ജോയിൻ ചെയ്യുന്നു. ഇതാണ് പ്രോസസ്സ് നടക്കുക. സോ ട്രാൻസ്ഫർ RNA എന്താണെന്ന് നമ്മൾ കണ്ടു, അതിന്റെ സ്ട്രക്ചർ കണ്ടു. ആൻഡ് വാട്ട് ഈസ് ജനറ്റിക് കോഡ്, എങ്ങനെയാണ് ജനറ്റിക് കോഡ് റീഡ് ചെയ്യുന്നത് എല്ലാം നമ്മൾ കണ്ടു. സോ ദിസ് ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് പോർഷൻ ഇൻ ദിസ് ചാപ്റ്റർ.